ഗണേഷ് കുമാറിന് കുരുക്കുമുറുകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സോളാർ പീഡന കേസ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചൊരു കേസായിരുന്നു. പക്ഷേ ഇതിൽ സുധീർ ജോസഫ് എന്ന് പറയുന്ന ആൾ കൊടുത്തിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു കോടതിയിൽ. അതായത് ഈ ഫയലുകളിൽ കൃത്രിമം നടത്തിയിട്ടാണ് ഈ 18 പേജ് ഉണ്ടായിരുന്ന ഫയൽ 24 പേജ് ആക്കിയതെന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസ് നടക്കുകയാണ്. എങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത്? ശരിക്കും സത്യത്തിൽ അയാൾ നീതിമാനായിരുന്നു. ചാണ്ടിയുമ്മൻ ഒരിക്കൽ പറഞ്ഞു, വി സതീശൻ പറഞ്ഞ വാചകങ്ങളാണ് അപ്പായുടെ കല്ലറയിൽ ഞങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. ബൈബിൾ വചനങ്ങളാണ് അപ്പായുടെ കല്ലറയിൽ ഞങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. 2026 നടന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിലേക്ക് UDF ഉജ്ജ്വല വിജയം നേടിയെത്തുന്നതിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരണപ്പെട്ട ശക്തനായ ഉമ്മൻചാണ്ടിയുടെ ഒരു പങ്ക് ചെറുതല്ല, വളരെ വലുത് തന്നെയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ RSPയുടെ സ്ഥാനാർത്ഥികളോ CMPയുടെ സ്ഥാനാർത്ഥിയോ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുഴുവൻ മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്ത, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കാത്ത ഒരു മണ്ഡലവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ പുതുപ്പള്ളിയേക്കാൾ ഉമ്മൻചാണ്ടി വിഷയം ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം പത്തനാപുരമാണ്. പത്തനാപുരത്തിൽ മരണപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത്. മരണപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെ ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാരണക്കാരനായവനെതിരെയാണ് അവിടെ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചത് പോലും. വലിയ വലിയ ഹോർഡിങ്സുകളിൽ സ്ഥാനാർത്ഥിയുടെയും ഈ ക്യാമ്പ് നയിക്കുന്നവരുടെയും ഒക്കെ ഫോട്ടോകൾ മറ്റു മണ്ഡലങ്ങളിൽ നിറഞ്ഞപ്പോൾ വലിയ ഹോർഡിങ്സുകളിലെല്ലാം നിറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഒരു മനോഹരമായ ചിത്രം മാത്രമായിരുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല, വെറും ചിത്രങ്ങൾ മാത്രം. ആ ചിത്രങ്ങൾ കണ്ട് രാവിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയവർക്കെല്ലാവർക്കും കൃത്യമായി അറിയാമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ആൾ പരാജയപ്പെടേണ്ട ആൾ തന്നെയാണ് എന്ന്. ആ പരാജയത്തിന് ശേഷം ജനമനസ്സുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ജയിച്ചു നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാല എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ആ നാടിൻ്റെ സ്പന്ദനങ്ങളിൽ അവിടുത്തെ മരണ വീടുകളിൽ, കല്യാണ വീടുകളിലൊക്കെ പോകുന്നതിന് അവിടുത്തെ പഴയ UDF സ്ഥാനാർത്ഥിക്ക് ശവപ്പെട്ടിക്കാരൻ്റെ മനസ്സാണ് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച അതേ ആൾ, അതായത് പരാജയപ്പെട്ട MLA 25 വർഷക്കാലങ്ങളിൽ പത്തനാപുരത്തെ പ്രധാനം ചെയ്ത അഹങ്കാരത്തിൻ്റെ ആരൂപമായതിന് ജനം മറുപടി കൊടുത്ത ഗണേഷ് കുമാർ ഈ ഇലക്ഷൻ റിസൾട്ട് മെയ് 4 കഴിഞ്ഞത് മുതൽ ഇന്ന് വരെയുള്ള സകല മരണ വീടുകളിലും പത്തനാപുരത്ത് കയറുന്നു എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കാഴ്ചയായി നമ്മൾ കാണണം. അതായത് ജ്യോതികുമാർ ചാമക്കാല മരണത്തിൻ്റെ ശവപ്പെട്ടിക്കാരൻ്റെ മനസ്സോടുകൂടി മരണ വീട് കയറുന്നു എന്ന് ആക്ഷേപിച്ചയാൾ ഇന്ന് മരണ വീടുകൾ കയറുകയാണ്. തൻ്റെ പാർട്ടിക്ക് തനക്ക് ജനകീയമായ അടിത്തറ നശിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്ന് KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷ നേതാവ്, R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ പരേതനായ ജനം ആരാധിക്കുന്ന ആ വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ എന്ത് നിറകേടും എന്ത് വൃത്തികേടും എന്ത് കുതുകാൽ വെട്ടും ചെയ്യാമെന്ന് സമീപകാല രാഷ്ട്രീയത്തിൽ കാട്ടിത്തന്ന ആൾ ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷണമില്ലാതെ പൊതുപരിപാടികളിലൊക്കെ പോകുന്നുണ്ട്. എനിക്ക് NSSനോട് ഒരു എതിർപ്പുമില്ല എന്ന് NSSൻ്റെ വേദിയിൽ വിളിക്കാതെ ചെന്ന് ഇയാൾ പറയുമ്പോൾ അയാളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് NSSനോട് ഒരു എതിർപ്പും ഉണ്ടാകില്ലായിരിക്കാം, പക്ഷേ കൃത്യമായി പറയട്ടെ, NSSന് നിങ്ങളോട് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആദരണീയനായ NSSൻ്റെ ജനറൽ സെക്രട്ടറി തീരുമാനിച്ചതും അത് നടപ്പിലാക്കിയതും. ഇതിന്റെ വിഷയത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടിയാണ് വിഷയം. ഇതിന് അപ്പുറത്തേക്ക് രഹസ്യമൊഴികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ കൊട്ടാരക്കര കോടതിയിൽ രഹസ്യമൊഴികളല്ലല്ലോ, പരസ്യമൊഴികളുണ്ടല്ലോ. കൊട്ടാരക്കര കോടതിയിൽ ഉമ്മൻചാണ്ടിയെ കേസിൽപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ കൃത്യമായി പറയട്ടെ, ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന അതിജീവത എന്ന് വിളിക്കണമോ വേണ്ടയോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കട്ടെ. നിയമം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറയും. സോളാർ വിവാദ കേസിലെ വിവാദ നായിക, ആ നായികയുടെ അഭിഭാഷകയായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കൊടുത്ത മൊഴി എന്താണ് എന്ന് നേഷൻ ഫസ്റ്റിൻ്റെ ഫീൽഡിൽ കിടപ്പില്ലേ? നേഷൻ ഫസ്റ്റിൽ വന്നിരുന്ന 3 എപ്പിസോഡുകളായി ഫെനി ബാലകൃഷ്ണൻ അന്ന് നടന്ന കഥകൾ പറയുമ്പോൾ ആ കഥയിലെ നമ്പർ 1 വില്ലൻ പത്തനാപുരത്തിൻ്റെ MLA KV ഗണേഷ് കുമാറായി. കേട്ടതും കേൾവിക്കപ്പുറത്തുമുള്ള കഥകൾ പറയുന്നുണ്ട്. മലയാളത്തിലെ ഒരു മഹാനടനെ പോലും ഈ കേസിൽ കുടുക്കാൻ ഇയാൾ ശ്രമിച്ചു എന്ന് ഫെനി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്. ഇന്ന് 102 സീറ്റുകളുമായി അധികാരത്തിലെത്തിയിരിക്കുന്ന സർക്കാർ, വി സതീശൻ സർക്കാർ, UDF സർക്കാർ ആദ്യം ഒപ്പുവെച്ച കേസ് ഏതാ? ഇവിടുത്തെ KSU കുട്ടികളെ തല്ലിത്തകർത്ത, തല്ലിച്ചതച്ച രക്ഷാപ്രവർത്തനത്തിന് പിന്നിലുള്ള പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ
ഇവിടുത്തെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത കേസുകളിൽ മേൽ പുനരന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന പട്ടിക്കൂട് പോലെ ഒരു പോലീസ് ജീപ്പ് കൊണ്ടിട്ട് പിണറായി വിജയന്റെ വീടിന് സംരക്ഷണം ഒരുക്കിയ 10 വർഷങ്ങൾക്ക് അറുതി വരുത്താൻ വി.ഡി. സതീശന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ലഹരി മാഫിയക്കെതിരെ വലിയ പോരാട്ടങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ പുതിയ പോരാട്ടങ്ങൾ ആരംഭിക്കുവാൻ ഈ പറയപ്പെടുന്ന ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നയിക്കുന്ന സർക്കാരാണെങ്കിൽ രാഹുലെ എഴുതി വെച്ചോ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ നേതാവ്, യശശരീരനായ നേതാവ്, ആ നേതാവിന്റെ മരണം കുറച്ചു നേരത്തെയാക്കിയത്, ആ നേതാവിനെ ശയ്യാവലംബിയാക്കിയത് സോളാർ കേസായിരുന്നുവെങ്കിൽ ആ സോളാർ കേസിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം നിരപരാധിയാണെന്ന് ഇവിടുത്തെ പൊതുജനത്തിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കേസിൽ അയാളെ ഈ പറയപ്പെടുന്ന മഹാനായ ഉമ്മൻചാണ്ടിയെ ഗൂഢാലോചനയിലൂടെ പെടുത്തിയ ആൾക്കെതിരെ നിയമപരമായ നടപടി ഉണ്ടാകും. അതിന് ആർജവമുള്ള സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ പറയപ്പെടുന്നവൻ ഇനി പഴയ മന്ത്രിയല്ല, പഴയ ഒരു പാർട്ടിയുടെ ചെയർമാനല്ല, പഴയ ഒരു MLA അല്ല, പണ്ട് കോൺഗ്രസിന്റെ UDF സംവിധാനത്തിന് ഒപ്പം നിന്നവനല്ല. ഇനി അവൻ ആരാണെന്ന് പറഞ്ഞാലും അവനെതിരെ അന്വേഷണം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാർജവമുള്ള സർക്കാരാണ് ഇവിടെ. ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും KSUക്കാരൻ്റെയും കേരള കോൺഗ്രസ് എമ്മുകാരൻ്റെയും UDF സംവിധാനത്തിൻ്റെയും സഹായം കൊണ്ട് അവർ ജയിപ്പിച്ചു വിട്ട് 15 വർഷക്കാലം MLA ആക്കി, 2 തവണ മന്ത്രിയാക്കി, കയ്യിലിരിപ്പ് കൊണ്ട് മന്ത്രിസ്ഥാനം പോയി, തന്തയും മകനും തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കിയിട്ട് അവസാനം ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തി വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവ് ഉമ്മൻചാണ്ടിയെ ശ്രീപീഡകനായി ചിത്രീകരിച്ചുകൊണ്ട് കേസ് കൊടുപ്പിച്ച് അവസാനം എതിർചേരിയിലേക്ക് കേവലം MLA സ്ഥാനത്തിനും മന്ത്രിസ്ഥാനത്തിനും വേണ്ടി ചേരി മാറിപ്പോയൊരുതൻ. എന്നിട്ട് അവൻ നിയമസഭയിൽ പ്രസംഗിച്ചത് എന്താ? മീനില്ലാതെ മീൻ കറി വെക്കുന്നവരാണ് UDFകാരെന്ന്, കമ്പിയില്ലാതെ പാലം പണിയുന്നവരാണ് UDFകാരെന്ന്. കാലം അതിനെല്ലാം മറുപടി കൊടുത്തത് വോട്ടിലൂടെയായിരുന്നു, കൈവിരൽ പുരട്ടിയ മഷിയിലൂടെയായിരുന്നു. അതിന് കാലം നിയോഗിച്ച നേതാവിൻ്റെ പേര് ജ്യോതികുമാർ ചാമക്കാല എന്നായിരുന്നു. അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ആ കേസിൽ പുനരന്വേഷണം, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്, അതിൻ്റെ നിയമപരമായ സാധ്യതകളെ കുറിച്ച് പഠിച്ചിട്ട് ജ്യോതികുമാർ ചാമക്കാല തന്നെ ആ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയോ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താ? കോൺഗ്രസിന്റെ പത്തനാപുരത്തെ നേതാവ്, സമുന്നതനായ നേതാവ് CR നജീബ്, നമുക്കൊക്കെ അറിയാം, രാഹുലിനും എനിക്കും ഒക്കെ അറിയാം, പത്തനാപുരത്ത് ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവാണ്. ആ CR നജീബിനെയും പത്തനാപുരത്തെ കോൺഗ്രസ്സുകാരെയും സംബന്ധിച്ചിടത്തോളം പോയ കാലങ്ങളിലൊക്കെ കേട്ട ആക്ഷേപം ഇവരെല്ലാം ഗണേഷ് കുമാറിന്റെ ആളുകളാണ് എന്നാണ്. 15 കൊല്ലക്കാലം UDFന്റെ MLA ആയിരുന്ന ആൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വവുമായിട്ടൊക്കെ അടുപ്പം സൂക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത്തവണ ജ്യോതികുമാർ ചാമക്കാലയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്നുള്ള പ്രവർത്തനം ചില തൊഴുത്തൽ കുത്തികളും ചില നാറിയ രാഷ്ട്രീയക്കാരെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പത്തനാപുരത്ത് ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ചു എന്നുള്ളത് ഉത്തമ ബോധ്യമാണ്. ആ CR നജീബ് ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ കഴിഞ്ഞ ദിവസം മൊഴി കൊടുത്തിട്ടുണ്ട്. 2015 KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന പത്തനാപുരത്തിൻ്റെ MLA, 2015 UDFന്റെ MLA ആണ്. സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയമാണ് ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് KB ഗണേഷ് കുമാർ രാജിവെച്ച് പോകേണ്ടി വന്നതിനു ശേഷം ഒരു ദിവസം പത്തനാപുരം MLA, UDFന്റെ MLA ആയിരിക്കുന്ന ഗണേഷ് കുമാർ CR നജീബിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചുവെന്നും ആ ഓഫീസിലെത്തിയപ്പോൾ ഈ പറയപ്പെടുന്ന കേസിലെ അതിജീവിത ആ ഓഫീസ് മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും CR നജീബിനോട് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ വിളിച്ച് മന്ത്രിസ്ഥാനം തിരികെ നൽകാൻ നിർബന്ധിക്കണമെന്ന് ഗണേഷ് കുമാർ CR നജീബിനോട് ആവശ്യപ്പെട്ടുവെന്നും അതിനുശേഷം ഈ പറയപ്പെടുന്ന സോളാർ കേസിലെ പരാതിക്കാരി അതിജീവിത, ഈ കേസിലെ 1-ാം പ്രതി, ഉമ്മൻചാണ്ടി കേസിലെ 1-ാം പ്രതിയായ ആ സ്ത്രീയോട് ഗണേഷ് കുമാർ പറഞ്ഞു, ഈ കേസിൽ ഉമ്മൻചാണ്ടിയെ കൂടി ഉൾപ്പെടുത്തണം, അയാളുടെ പേര് കൂടി എഴുതി ചേർക്കണമെന്ന് KB ഗണേഷ് കുമാർ പറയുന്നത് വ്യക്തമായി കേട്ടു എന്ന് CR നജീബ് കൊട്ടാരക്കര കൂട്ടത്തിൽ മൊഴി കൊടുത്തിരിക്കുന്നു. ഇതേ തരത്തിലൊരു മൊഴി ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ സുധീർ മലയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്, ഫെനി ബാലകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. മൊഴികളും സാക്ഷികളും ഒക്കെ KB ഗണേഷ് കുമാറിന്. ഇതിനാണ് ഈ കേസിനുമേൽ വളരെ ഉത്തരവാദിത്തമുള്ള അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ എക്കാലത്തെയും മറക്കാൻ കഴിയാത്ത ആ നേതാവിനെ, ഈ പറയപ്പെടുന്ന R ബാലകൃഷ്ണപിള്ളയെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് കേസ് പറഞ്ഞ് ജയിലഴിക്കുള്ളിലാക്കിയപ്പോൾ ആ ജയിലഴിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നേതാവിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന്. ആ ഓർമ്മ പോലുമില്ലാതെ ആ മനുഷ്യനെ, ആ പ്രായമുള്ള മനുഷ്യനെ, 2 പെൺകുട്ടികളുടെ അച്ഛനെ ജയിലഴിക്കുള്ളിൽ
ആക്കാൻ ശ്രമിച്ച, പെണ്ണുകേസിൽ പെടുത്തിയ നരാധമനായ രാഷ്ട്രീയ നേതാവിന് കാലം മാത്രമല്ല നിയമവും മറുപടി കൊടുക്കുക തന്നെ വേണം.